തന്നെയാണോ ലക്ഷ്യം? നിംസ് കോളേജ് ഇനി മുതൽ പട്ടാമ്പിയിലും. ഉടൻ ബന്ധപ്പെടുക. തൃത്താല മേഖല തെരുവുനായ ഭീതിയിൽ. കഴിഞ്ഞ ദിവസം ഞാങ്ങാട്ടിയിൽ നാട്ടുകാരെ കടിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. കൂറ്റനാടും നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. തൃത്താല മേഖലയിലെ കൂറ്റനാട് ഞാങ്ങാട്ടിൽ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി തെരുവുനായകളുടെ കടിയേറ്റ് നിരവധി പേർക്ക് പരിക്ക് പറ്റിയത്. ഇതിൽ ഞാങ്ങാട്ടിൽ നാട്ടുകാരെ കടിച്ച നായയെയാണ് കഴിഞ്ഞ ദിവസം ചത്തുനിലയിൽ കണ്ടെത്തിയത്. ഇതിന്റെ പരിശോധന ഫലം വന്നപ്പോഴാണ് പേവിഷബാധയുള്ളതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ നായയുടെ കടിയേറ്റവർ ഉൾപ്പെടെയുള്ളവർ ആശങ്കയിലാണ്. മാത്രവുമല്ല, ചത്ത നായ വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ കടിച്ചതായാണ് റിപ്പോർട്ട് വരുന്നത്. ഈ സാഹചര്യത്തിൽ നാട്ടുകാരുടെ ആശങ്കകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്നാണ് ആവശ്യം. വാക്സിൻ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിഗണിക്കണം. തെരുവുനായകളുടെ ശല്യം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നുമാണ് ആവശ്യം. കൂറ്റനാട് മേഖലയിൽ വഴിയാത്രക്കാർ ഉൾപ്പെടെയുള്ളവരെ കടിച്ച നായയെ പിന്നീട് കണ്ടെത്താനായില്ല. ഇതും നാട്ടുകാരിൽ ആശങ്ക പടർത്തുന്നുണ്ട്. പ്രധാന പാതകളിൽ ഉൾപ്പെടെ തെരുവുനായക ശല്യം രൂക്ഷമായതോടെ വാഹനത്തിൽ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ മേഖലകളിൽ. ഏറെ ഭീതി വളർത്തിയ വിഷനായ പേ പിടിച്ച് തന്നെയാണ് ചത്തത് എന്ന റിപ്പോർട്ടാണ് മലമ്പുഴ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ച കാര്യം പല നായ്ക്കളുടെ ഇടയിലും, കാരണം നമ്മുടെ നാട്ടിൽ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി മനുഷ്യരെക്കാൾ കൂടുതൽ തെരുവുനായ്ക്കളാണെന്ന്. അത്തരം തെരുവുനായ്ക്കളുടെ ഇടയിലെല്ലാം തന്നെ ഈ നായയെ പലരും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ തീർച്ചയായും അത്തരം തെരുവുനായ്ക്കൾക്ക് കൂടെ പേ ഇളകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നായ്ക്കളിൽ മാത്രമല്ല മറ്റു വളർത്തുജീവികളിലും എല്ലാം തന്നെ അത് പടരുന്ന അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സംശയമുള്ള എല്ലാ ജീവികൾക്കും നമ്മൾ വാക്സിൻ എടുക്കുക എന്ന പ്രവർത്തനത്തിലേക്ക് ഗവൺമെന്റും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും മാറണം.